നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടല്ലോ മിറാക്കിൾ ഫ്രൂട്ട്. അപ്പം മിറാക്കിൾ ഫ്രൂട്ട് എന്താണെന്ന്, മിറാക്കിൾ ഫ്രൂട്ടിനെ കുറിച്ചും അല്ലെങ്കിൽ മിറാക്കിൾ ഫ്രൂട്ടും ഒക്കെ ഞാൻ അന്ന് ഇതിൽ കുറച്ച് ഫ്രൂട്ട്സ് നിന്നതിനെയൊക്കെ പറിച്ചിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ പോയി നമ്മുടെ മിറാക്കിൾ ഫ്രൂട്ട് എന്ന അത്ഭുതത്തിനെ കുറിച്ച് കൂടെ ഒന്ന് പോയി കാണണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് നമ്മൾ പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം, ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഷെയറും കൂടെ ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണവും നമ്മുടെ വീഡിയോസിൻ്റെ വ്യൂസും ഒക്കെ കൂടുന്നതനുസരിച്ചല്ലേ നമുക്കൊരു ഇൻട്രസ്റ്റ് വരുന്നത്. നമ്മുടെ വീഡിയോസൊക്കെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പം വീഡിയോസ് ചെയ്യണം എന്നൊരു തോന്നൽ നമുക്ക് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് വേണം. അപ്പോൾ ഇതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള വീഡിയോ ആണ് നമ്മുടെ ചാനലിൽ ഇട്ടിരിക്കുന്നത് കേട്ടോ. നമ്മുടെ ഇന്നത്തെ പുതിയ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഒരു ചെറിയ വാട്ടർ ക്യാനിൽ ഞാൻ ഒരു ചെറുകിഴങ്ങ് എന്ന് പറയുന്ന ചെറുവള്ളിക്കിഴങ്ങ് എന്നൊക്കെ പറയുമല്ലോ, കിഴങ്ങ് വർഗ്ഗത്തിൽപ്പെട്ട ഒരെണ്ണം നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ നമുക്ക് ഇത്തിരി കൂടുതലുള്ളവർക്കേ നടാൻ പറ്റുള്ളൂ. എന്നാൽ തന്നെ നമ്മുടേതായിട്ടുള്ള സ്ഥലപരിമിതിയിൽ നിന്നും കൊണ്ട് കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളിലൊക്കെ നമുക്ക് വലിയ വിളവെടുപ്പിന് പറ്റിയില്ലെങ്കിൽ തന്നെയും ചെറിയ രീതിയിൽ നമ്മുടെ തോട്ടത്തിൽ നിന്ന് കിട്ടിയതാണല്ലോ അല്ലെങ്കിൽ നമ്മളെ ടെറസിൽ നിന്ന് വിളവെടുത്തതാണല്ലോ എന്ന് പറയത്തക്ക രീതിയിലൊക്കെ നമുക്ക് വിളവെടുക്കാൻ കഴിയും കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ നട്ടിരിക്കുന്നത്. ഒരു പരീക്ഷണത്തിന് വേണ്ടിയിട്ട് നട്ടതാണ്. വലിയ പ്രതീക്ഷയൊന്നുമില്ല. എന്നാൽ തന്നെ ഇതിനകത്ത് എന്താണുള്ളതെന്ന്, എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാമോ? അപ്പോൾ ഇതിങ്ങനെ രണ്ട് പൈപ്പിന് ഇങ്ങനെ വെച്ച് ജോയിൻ ചെയ്താണ് ഞാൻ ഇതിന് താങ്ങ് കൊടുത്തിരുന്നത് കേട്ടോ. ഇത് നമ്മുടെ ചെറുകിഴങ്ങ് അതാണ് നട്ടിരുന്നത്. ഞാൻ നിറച്ച് പുല്ലൊക്കെ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇനി കിഴങ്ങിന് കിട്ടാനുള്ള വളമെല്ലാം കൂടെ പുല്ല് കൊണ്ടുപോയോന്നും അറിയില്ല. അപ്പോൾ എന്തായാലും നമുക്കിതിനെ ഒന്ന് തട്ടി നോക്കാം. ഞാൻ ഇതിനെ ഇവിടെ തന്നെ ഒന്ന് തട്ടുകയാണ് കേട്ടോ. ഒന്നുമില്ലേ. അപ്പൊ എന്തൊക്കെയോ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ചെറിയൊരു പ്രതീക്ഷ തോന്നുന്നുണ്ട്. അപ്പൊ എനിക്ക് കൂടുതൽ സമയം കുനിഞ്ഞു നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഇതിലോട്ട് ഒന്ന് ഇരുന്നോട്ട് കേട്ടോ. ഇരുന്നിട്ട് സാവകാശം സന്തോഷത്തോടു കൂടി നോക്കാം കേട്ടോ. ഇതാണ് ഇന്നത്തെ നമ്മുടെ ചെറുകിഴങ്ങ് വിളവെടുപ്പ്. ഇത് ഞാൻ വലിയ പരിചരണമൊന്നും കൊടുത്തില്ല കേട്ടോ. നല്ല രീതിയിൽ പരിചരണം കൊടുത്തിരുന്നു എങ്കിൽ ഇതിൽ നിറയെ കിഴങ്ങുകൾ കിട്ടുമായിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നും ചെയ്യാതെ തന്നെ എന്താ വേണ്ട എനിക്കിപ്പോൾ ഇത് സന്തോഷം തോന്നുന്നുണ്ട് കേട്ടോ. കാര്യം ഇതിപ്പം നമുക്ക് തിന്നാൻ കഴിഞ്ഞില്ലെങ്കിലുവേ ഇതിപ്പം ഒരു ചട്ടിയിലല്ലേ നട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഇത് 3 ചട്ടിയിൽ, ഇതിപ്പം വിത്തിന് നല്ല പാകമായിട്ടുള്ള കിഴങ്ങാണ് കേട്ടോ. അപ്പം നമുക്കതിനെ 3 ചട്ടിയിലാക്കി നട്ട് കഴിഞ്ഞാൽ അതാ ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ ഒരു വള്ളിയിൽ നിന്ന് കിട്ടാനുള്ളതിൻ്റെ അത്രയും എണ്ണം ഉണ്ട്. കുറച്ചുകൂടെ ഒന്ന് പരിചരണം കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള വിളവെടുപ്പ് കിട്ടുമായിരുന്നു കേട്ടോ. അപ്പം ചട്ടിയിലും ചെറുകിഴങ്ങ് കൃഷി വിജയിക്കുമെന്നുള്ളതിന് ഉറപ്പാണ് ഇന്നത്തെ ഈ വിളവെടുപ്പ്. കുഞ്ഞു കുഞ്ഞു കിഴങ്ങുകളുണ്ട്. ഈ കുഞ്ഞു കുഞ്ഞു കിഴങ്ങുകളൊക്കെ ഇവിടെ കിടന്ന് മുളയ്ക്കും. പക്ഷേ അതിനകത്ത് വലിയ രീതിയിലുള്ള കിഴങ്ങുകൾ ഉണ്ടാവാറില്ലെങ്കിൽ നമുക്ക് അടുത്ത പ്രാവശ്യത്തെ വിത്തിനുള്ളത് ഇതിൽ നിന്ന് കിട്ടും കേട്ടോ. ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. ചേനയൊക്കെ കുഞ്ഞു കുഞ്ഞു ചേനകൾ എടുത്തിട്ട് മുളപ്പിച്ചിട്ട് അടുത്ത പ്രാവശ്യം വിത്തിന് അതിനെടുത്ത് ഉപയോഗിക്കും. അതുപോലെ ഈ കുഞ്ഞൻ കിഴങ്ങുകളെ നമ്മൾ ഒന്നിച്ച് ഒരു കവറിനകത്തൊക്കെ ഇട്ട് നട്ട് വച്ചിരുന്നാൽ അടുത്ത പ്രാവശ്യം നമുക്ക് ഇത്രയുള്ള ഒരു കിഴങ്ങ് കിട്ടും കേട്ടോ. അതിനെ നമുക്ക് അതിൻ്റെ അടുത്ത പ്രാവശ്യത്തെ വിത്തിന് ഉപയോഗിക്കാൻ പറ്റും. അമ്മേ, ഇത്രയും കിഴങ്ങ് ഇതിനകത്തുനിന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതെന്തായാലും ഒരു മോശമല്ലാത്ത വിളവെടുപ്പല്ലേ. അപ്പോൾ ഇതിനെ ഞാൻ ഇതെല്ലാം കൂടെ ഈ മണ്ണൊക്കെ കളഞ്ഞിട്ട് അപ്പുറത്തോട്ട് വെച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. ഞാൻ ഒരു പരീക്ഷണത്തിന് വേണ്ടിയിട്ടാണ് അതിൽ വെച്ച് നോക്കിയത് കേട്ടോ. അപ്പം സന്തോഷവും തോന്നുന്നുണ്ട്, കുറച്ചൊരു നിരാശയും തോന്നുന്നു. കാര്യം എന്താണെന്നറിയാമോ, കുറച്ചുകൂടെയൊക്കെ ചപ്പ് ചവറുകൾ നിറച്ച് വളം ചേർത്തിരുന്നെങ്കിൽ ഇതിനേക്കാളും കൂടുതൽ വിളവ് കിട്ടുമായിരുന്നു എന്നൊരു കുറ്റബോധവും കൂടെ ഉണ്ട്. എന്തായാലും ഇത്രയും കിട്ടിയത് സന്തോഷം. അപ്പം ആ ഒരു ചട്ടിയിൽ നട്ട പരീക്ഷണം വിജയിച്ചത് കൊണ്ട് നമുക്ക് അടുത്ത പ്രാവശ്യം ഇനി എന്തായാലും കൂടുതൽ ചട്ടികളിൽ നടാം. അപ്പം വലിയ പടർത്താൻ വേണ്ടിയിട്ട് പിന്നെ പരീക്ഷണം നടത്തി എന്തെന്ന് വെച്ചാൽ
ഞാൻ ഒരു ഇത് കാണിച്ചല്ലോ, പൈപ്പ്. ആ ഒരു ഇത്ര പൊക്കമുള്ള ഒരു പൈപ്പാണ് ഇതിന് ഊന്നായിട്ട് ഇത് പടരാൻ വേണ്ടിയിട്ട് കൊടുത്തിരുന്നത്. അപ്പോൾ കുറച്ച് മാത്രമല്ല പടർന്നിട്ടുണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല എന്നായിരുന്നു. അപ്പോൾ അത്രയിലും അങ്ങനെ പടർത്തിയപ്പോൾ തന്നെ ഇത്രയും കിട്ടി. അപ്പോൾ ഇനി നല്ല രീതിയിൽ നല്ല വളമൊക്കെ കൊടുത്ത് ആ രീതിയിൽ തന്നെ നമുക്ക് അടുത്ത പ്രാവശ്യത്തേക്ക് നട്ട് നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റുള്ള ഒരെണ്ണം കിഴങ്ങാണ്. നമ്മൾ ചെയ്യുന്നത് ഇതിലിങ്ങനെ കത്തി കൊണ്ട് ഇതിൻ്റെ ഈ മീശയൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് കത്തി കൊണ്ട് രണ്ട് വശത്തും ഇങ്ങനെ ഓരോ വര കൊടുത്തിട്ടാണ് വേവിക്കുന്നത്. അപ്പം നമുക്കത് വെന്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഇളക്കി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ഇതിന് പറ്റിയ എനിക്കിഷ്ടം ഇതിന് നമ്മുടെ വറ്റൽ മുളകുണ്ടല്ലോ, നല്ല കനലിലിട്ട് ചുട്ട് കലക്കി മുളകാണ് വറ്റൽ മുളക്, ആ ശകലം ഉപ്പും ചേർത്ത് വെളിച്ചെണ്ണയും കൂടെ ഒരു തുള്ളി ഒഴിച്ചിട്ട് ഇത് മുക്കി കഴിക്കുക. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചെറുകിഴങ്ങ് അല്ലെങ്കിൽ ചെറുവള്ളിക്കിഴങ്ങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണോ എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു വിശേഷമായിട്ട് കാണുന്നത് വരെ ബായ്.